കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിലേക്ക് ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ നടക്കാതെ ഇരിക്കുന്ന ചില ബ്ലോക്കിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല പ്രോത്സാഹനവും സപ്പോർട്ടും തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞായി ജനിച്ച് മരണം വരെയും അവന് എന്തെല്ലാം നേടിയെടുക്കണം എന്നുള്ള നോർമലായ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതിനെ 5 പില്ലേഴ്സ് ഓഫ് ലൈഫ് എന്ന് വിളിക്കും. 5 പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന്, നല്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ല ജോലി, സമൂഹത്തിൽ നല്ല മാന്യതയും ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കുക എന്നുള്ളത്. 2, നല്ല ഒരു ബന്ധം കിട്ടുക, നല്ല റിലേഷൻഷിപ്പ്, എൻ്റെ അതേ എനർജി ലെവലിൽ മാച്ച് ചെയ്ത് നിൽക്കുന്ന ജീവിതം ഉയർത്താൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് കിട്ടുക. 3, ആരോഗ്യപരമായിട്ട് അംഗവൈകല്യങ്ങളൊന്നുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ ഹെൽത്തിയായി നിന്നുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ജീവിതം വളരെ പവർഫുൾ ആക്കി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽത്ത് വൈസ് വളരെ നന്നായിരിക്കുക. 4, സാമ്പത്തികമായിട്ട് വളരെ സെക്യൂർ ആയിരിക്കുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. പിന്നെ 5, നമ്മളുടെ ലൈഫ് പർപ്പസ്, ഈശ്വരൻ എന്തിനാണ് ഭൂമിയിലേക്ക് നമ്മളെ വിട്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആ ഒരു ചൈത്ര യാത്ര. ഇതാണ് 5 പില്ലേഴ്സ് ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കൊക്കെ വെച്ച് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ 100% ആൾക്കാരെ എടുത്താൽ ഒരു 85% ആൾക്കാരും പറയും, ഓ ഇതൊക്കെ വെറുതെയാണ്, പറയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷേ ഇതെല്ലാം ഒന്നും നടക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇതിനെ ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലോക്കിംഗ് ഫാക്ടേഴ്സാണ്. അപ്പം ഇതെല്ലാം മാറ്റി എടുക്കാൻ വേണ്ടി അത് എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് തോട്ട്സ് ആണ്. സബ് കോൺഷ്യസ് തോട്ട്സ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ച് അവൻ ബാല്യം മുതൽ വളർന്ന് വരുമ്പോൾ അവൻ്റെ ചുറ്റുപാട്, അവൻ്റെ വീട്ടിലെ ആ ഒരു രീതി, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അമ്മ അച്ഛൻ, അതിൻ്റെ മുകളിലേക്ക് മുതിർന്നവർ അപ്പൂപ്പൻ അമ്മൂമ്മ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒക്കെയുള്ള ആൾക്കാർക്ക് മുകളിൽ നിന്ന് ഓരോ ജനറേഷൻ വൈസ് ഇങ്ങോട്ട് വളർന്നു വരുമ്പം അവരിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ചില കൺട്രോളിങ് ഇഫക്ട്സ് ഉണ്ട്, കൺട്രോളിങ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊരു കാര്യവും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതെന്തിനാ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മുടെ മുന്നേ പോയ ആൾക്കാർ അങ്ങനെയൊന്നും അല്ലല്ലോ ചിന്തിച്ചത്, അങ്ങനെയൊന്നും അല്ലല്ലോ ജീവിച്ചത്, പിന്നെ ഇവിടെ മാത്രം എന്തിനാ ഒരു മാറ്റം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് അങ്ങനെയൊന്നും ഒരു ശീലവും ഇല്ല. അങ്ങനെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തോട്ട്സിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അപ്പോഴേ അതിനെ നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് തട്ടിത്തെറിപ്പിച്ച് മാറ്റുന്ന രീതിയിൽ ഉള്ള ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം, അത് നമ്മളുടെ സബ് കോൺഷ്യസ് തോട്ട്സിലേക്ക് അങ്ങ് ആഴത്തിൽ ഇറങ്ങി നിൽക്കുകയും ഇതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ വരുന്ന സമയത്ത് അത് കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റേഷന് ഒരു ബ്ലോക്കേജായി നിന്നുകൊണ്ട് അത് നമ്മളുടെ ഡ്രീംസ് ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്ത് എടുക്കാൻ നമ്മളെ സഹായിക്കില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇമോഷൻസ്. നമ്മളുടെ ഒരു ആഗ്രഹത്തിനെ മുട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തെ നമുക്ക് തന്നെ ഉള്ളിലുള്ള ഭയം,
അയ്യോ എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല, എനിക്കതൊക്കെ പേടിയാണ്, ആലോചിക്കാൻ പോലും വയ്യ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ആരും നേടിയെടുത്തിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, ഞാനാണോ ആദ്യം, അയ്യോ എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല, മറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റത്തില്ല, കുടുംബത്തിൽ ആർക്കെങ്കിലും പറഞ്ഞാൽ പിന്നെ കളിയാക്കലായി, കൊല്ലാപ്പായി, ബാക്കിയുള്ളൊരു വഴക്കായി, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ്. അല്ലെങ്കിൽ ഒരു കുട്ടി എനിക്കിങ്ങനെ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു IAS ഓഫീസർ ആവണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നല്ല ജോലി കിട്ടി ഡൽഹിയിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ആ ആഗ്രഹം പറയുമ്പോഴേ അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ അങ്ങ് ദൂരെയാണ്, ഭാഷയൊക്കെ വ്യത്യാസമാണ്, വേണ്ട അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് ഇവിടെയുള്ള എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ മതി എന്നുള്ള രീതിയിൽ ആ കുഞ്ഞ് ആഗ്രഹത്തിനെ അന്നേരം തന്നെ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ വെട്ടിമാറ്റി അല്ലെങ്കിൽ മുറിച്ച് മാറ്റുന്ന രീതിയിലുള്ള നമ്മളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുത്താൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ ഡ്രീംസിനെ ഗോൾസിനെ എല്ലാം പവർഫുള്ളാക്കി പോസിറ്റീവാക്കി മാറ്റാനായിട്ട് അത് സഹായിക്കും. ഇനി മൂന്നാമത്തെ ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ലാക്ക് ഓഫ് റൈറ്റ് ആക്ഷൻ. എന്താണോ എൻ്റെ ആഗ്രഹം, ആ ആഗ്രഹത്തിലേക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് കറക്റ്റായിട്ടുള്ള ആക്ഷൻ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള നമ്മളുടെ പരിചയക്കുറവ്. മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ നടക്കുമ്പോൾ അവിടെ ഫണ്ടമെൻ്റലായിട്ട് എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ തോട്ട്, ഫീൽ ആൻഡ് ആക്ഷൻ അല്ലെങ്കിൽ TFA പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കണം. അത് ചിക്കൻ ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു ചിന്ത ആദ്യം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. ആക്സിഡൻ്റലി എന്തെങ്കിലുമൊക്കെ ഒരു സംഭാഷണം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാരെങ്കിലും ഒന്ന് പറയുകയോ അതെൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുകയും അന്നേരം എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്ന ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉടലെടുക്കുക. പിന്നെ രണ്ടാമത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി അതിൻ്റെ ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടെ ഇട്ട് ആ ഒരു നല്ല ഫീൽ അല്ലെങ്കിൽ നല്ല ഒരു അരോമ അതിലൂടെ എനിക്ക് ആപ്പിറ്റൈറ്റ് ഉണ്ടായി, ഞാൻ കഴിക്കുന്നതായിട്ട് അത് നല്ലൊരു ഞാൻ ഫീൽ ചെയ്യുക അത് കഴിക്കുന്നതായിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ പിന്നെ വരുന്നതാണ് ആക്ഷൻ. അതിന് ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് നമ്മൾ പാചകം ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റിലോ പോയി ഞാനത് കഴിക്കുക, അങ്ങനെ എൻ്റെ ആഗ്രഹം സബലീകരിക്കുക. ഇതുപോലെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രിൻസിപ്പിളാണ് TFA പ്രിൻസിപ്പിൾ. അപ്പോൾ അതിലേക്ക് ലാക്ക് ഓഫ് റൈറ്റ് ആക്ഷൻ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കത് വേണം, അതിൻ്റെ കൂടെ ഇതും വേണം, ഇത് മാത്രം പോരാ, ഇത് അങ്ങനെ ആയാലും മതി. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി വേണം, അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി മതി. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് കമ്പനിയിൽ, അതും ടോപ്പ് മോസ്റ്റ് കമ്പനിയിൽ എവിടെയെങ്കിലും എനിക്ക് ജോലി വേണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹം ഇങ്ങനെ ഷാറ്റർ ചെയ്ത് അതിങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുമ്പോൾ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ആ കീ പോയിന്റിൽ ടൈം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് റൈറ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള കുറവ്. അതുകൊണ്ട് അതാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷനിൽ വരുന്ന ഒരു ബ്ലോക്കേജ്. പിന്നെ അടുത്ത മാനിഫെസ്റ്റേഷൻ ബ്ലോക്കേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് നടക്കാനുള്ള ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് സറണ്ടർ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈശ്വരൻ എന്ന് പറയുന്ന പരമചൈതന്യത്തിനെ. കാരണം ഈ ഭൂമിയിലേക്ക് ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി കുഞ്ഞായി ഇത്രത്തോളമൊക്കെ ആയി ഇവിടെ ജനിച്ചതും ഈ ജീവിതം കൊണ്ട് നയിക്കുന്നതിനും കൊണ്ട് നടക്കുന്നതിനും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു 0.001% പോലും ഒരു എഫേർട്ടും ഞാൻ ഇട്ടില്ല. അച്ഛനും അമ്മയും ബയോളജിക്കൽ പ്രോസസ്സ് വഴി ജന്മം കൊടുക്കാൻ ആ ഒരു പ്രോസസ്സ് നടത്തി. എന്നാലും അവിടെ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയാണ് അവിടെ ആ ഒരു ജീവൻ എന്ന് പറയുന്ന തുടിപ്പ് തൊട്ട് ഇങ്ങോട്ട് എല്ലാം തന്നതെങ്കിൽ ആ പരമചൈതന്യത്തിനെ അടിയുറച്ച് വിശ്വസിച്ചാൽ ഞാൻ എന്ന് പറയുന്ന ഇതിനെ തന്നെ ആ പരമചൈതന്യത്തിലേക്ക് അങ്ങ് ആത്മസമർപ്പണം ചെയ്താൽ എനിക്ക് വേണ്ടതെല്ലാം അവിടുന്ന് സമയാസമയം തന്നോളുമെന്നുള്ള നമ്മുടെ വിശ്വാസം. പക്ഷേ 100% ആൾക്കാരിൽ 90% ആൾക്കാരുടെയും വിശ്വാസം എന്തെന്നാൽ എനിക്കെല്ലാം കൊണ്ട് തരാമോ,
എൻ്റെ മുന്നിൽ എനിക്ക് ആഗ്രഹങ്ങളെല്ലാം മുന്നിൽ കൊണ്ട് തരാമെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഈശ്വരൻ ഉണ്ടെന്ന്. പക്ഷേ ഈശ്വരൻ പറയുന്നതോ എന്നെ അടിയുറച്ച് വിശ്വസിക്കണം. എന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഈശ്വരൻ ആരാണ്, ഈശ്വരൻ എന്താണ്, ആ ചൈതന്യം എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നതും എല്ലാം നമുക്ക് വാരിക്കോരി തരുന്നതും. അപ്പോൾ എന്നെ വിശ്വസിക്കണം എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരനോളം ആ വെളിച്ചത്തിനെ ഏറ്റുകൊണ്ട് വളരെ പവർഫുള്ളായി നിൽക്കുന്ന ഓരോ ആത്മാവിനെയുമാണ്. അപ്പോൾ ആ വിശ്വാസം, അതിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് തന്നെ നമ്മളെ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് നമ്മളുടെ ആഗ്രഹത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്ത് ആ ആഗ്രഹത്തിലേക്ക് അടുക്കാനുള്ള ആ ഒരു മനസ്ഥിതി. ഇതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങളൊക്കെ വന്ന് വീഴുമ്പോൾ എനിക്ക് പറ്റത്തില്ല, ഓരോന്നോരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഈശ്വരനായിട്ട് ഓരോ തടസ്സങ്ങൾ കൊണ്ടുവരിക, അതെനിക്ക് നടക്കത്തില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി നമ്മൾ പിന്മാറാതെ, ഗിവപ്പ് ചെയ്യാതെ എനിക്ക് കിട്ടും, അതെനിക്ക് നടത്തിയെടുക്കാൻ സാധിക്കും, എനിക്ക് ഈശ്വരനെ തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ആത്മസമർപ്പണം ചെയ്ത് ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതാണ് മാനിഫെസ്റ്റേഷനിൽ വരുന്ന ആ ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ, ട്രസ്റ്റ് ആൻഡ് സറണ്ടർ. പിന്നെ അവസാനത്തെ ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്പൺ ടു റിസീവ്. നമ്മൾ ഒരാഗ്രഹത്തിനെ ആഗ്രഹിച്ചു, അതിൻ്റെ മുകളിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് എല്ലാം നമ്മൾ സമയാസമയം എല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടുമോ, ഇപ്പം കിട്ടുമോ, എപ്പോൾ കിട്ടും, അന്നേരം കിട്ടുമോ, 2 മാസം കഴിഞ്ഞ് കിട്ടുമോ, കിട്ടിയില്ലല്ലോ എന്നൊരു 100 ചോദ്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ പിടിച്ചു മുറുക്കി വയ്ക്കാതെ അതിനെ അങ്ങ് റിലീസ് ചെയ്യുക. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഈശ്വരൻ്റെ മുന്നിൽ ഈശ്വരനെ സാക്ഷി നിർത്തി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഈശ്വരനാണ് തരേണ്ടത്. ഈശ്വരന് തരണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് തരും. അതല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ കൂടുതലായി എന്തോ മഹത്തരമായിട്ടുള്ളത് ഈശ്വരൻ എനിക്ക് തരാൻ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആ 2 വാതിലും തുറന്ന് ഈശ്വരൻ എന്താണോ തരാനുള്ളത് അത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പൺ ടു റിസീവ് അല്ലെങ്കിൽ അലോ ദി എനർജി ടു ഫ്ലോ ഇൻടു അവർ ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ തുറന്ന മനസ്ഥിതിയോടുകൂടി ഇരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ അടുത്ത വർക്കിന് വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തമാക്കിക്കൊണ്ട് തുടർന്ന് നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് തന്നെ നമ്മളിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം നമ്മളുടെ ജീവിതത്തിൽ ചെറിയ ആഗ്രഹമോ വലിയ ആഗ്രഹമോ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാനായിട്ട് അത് സാധിക്കും, അത് സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ കൂടുതൽ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, മുന്നോട്ട് നയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി.